ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ ആദ്യ 2 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി വ്യഭിചരിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ. അത് നടപ്പാക്കുന്ന കാര്യത്തിൽ യാതൊരു ദയയും സത്യവിശ്വാസികളെ പിടികൂടാൻ പാടില്ല എന്നും, അല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെൻറ്റിനെ പിടികൂടാൻ പാടില്ല എന്നും, മാത്രമല്ല അത് നടപ്പാക്കുന്ന സമയത്ത് അവിടെ സത്യവിശ്വാസികൾ ഹാജരാകണമെന്നുള്ള കാര്യവും. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയാണ്. ഒരു വ്യഭിചാരത്തിനുള്ള ശിക്ഷ നടപ്പാക്കൽ ആർക്കൊക്കെയാണ്? അതായത് ഒന്ന്, ബുദ്ധിയുള്ള ആളുകളായിരിക്കണം. അതായത് ബുദ്ധിമാന്യമുള്ള ആളുകളടുത്ത് ഇത്തരം തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷയില്ല എന്നർത്ഥം. അതേപോലെ പ്രായപൂർത്തിയായവരായിരിക്കണം, മുസ്ലിങ്ങളായിരിക്കണം. അത് ആ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുസ്ലിങ്ങളാണെങ്കിലും ഈ ശിക്ഷ തന്നെയാണ് എന്നുള്ള അഭിപ്രായമുണ്ട് ചില പണ്ഡിതന്മാർക്ക്. എന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഈ ശിക്ഷ ബാധകമാകുന്നത് എന്ന അഭിപ്രായവുമുണ്ട്. ഇനി ഒരാൾ ഇത്തരം ഒരു പീഡനത്തിൻ്റെ ഇരയായി കഴിഞ്ഞാൽ ആ പീഡനത്തിൻ്റെ ഇരയായ വ്യക്തിയെ ഒരിക്കലും വ്യഭിചരിച്ച വ്യക്തിയായിട്ട് കാണുന്നില്ല, അദ്ദേഹത്തിന് ശിക്ഷയില്ല, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ശിക്ഷയില്ല. അതുപോലെ തന്നെ നിയമം അറിയുന്ന ആളായിരിക്കണം. ഈ നിയമത്തെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരാൾ ഇത്തരം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ശിക്ഷയല്ല കൊടുക്കേണ്ടത് എന്നർത്ഥം. അതേപോലെ 4 സാക്ഷികൾ ഈ ഒരു തെറ്റായ കാര്യം നേരിട്ട് കാണണം. അത് ആരെങ്കിലും 2 പേർ ഒരുമിച്ചൊരു റൂമിൽ നിൽക്കുന്നതോ മറ്റോ കണ്ടാൽ പോരാ, അല്ലെങ്കിൽ വസ്ത്രമില്ലാത്ത രൂപത്തിൽ കണ്ടാൽ പോരാ. വ്യക്തമായി ആ ഒരു വ്യഭിചാരം നടക്കുന്നത്, ശാരീരിക ബന്ധം നടക്കുന്നത് വ്യക്തമായി കാണുക തന്നെ വേണം. 4 പേര് കാണണം. ആ 4 പേരും വിശ്വാസയോഗ്യരായിരിക്കണം. മുമ്പ് ഏതെങ്കിലും കള്ളസാക്ഷിയായി നിന്ന ആളുകളോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ പിടിക്കപ്പെട്ട ആളുകളോ, നാട്ടിൽ ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ലാത്ത ആളുകളോ പറഞ്ഞാൽ അത് സാക്ഷിമൊഴിയായിട്ട് പരിഗണിക്കാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ശാരീരിക ബന്ധം നടക്കണം. ആ ഒരു ശാരീരിക ബന്ധം നടക്കുന്നതിന് മുമ്പുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ പോലും അതിന് ഈ ശിക്ഷ വിധിക്കാൻ പാടില്ല എന്നർത്ഥം. അതായത് വ്യക്തമായും ശാരീരിക ബന്ധം തന്നെ നടക്കണം. അതല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് നടന്നതെങ്കിൽ അതിന് ഈ ശിക്ഷ വിധിക്കൂല. ആ ശാരീരിക ബന്ധം തന്നെ, ആ വീഴ്ച തന്നെ നടക്കണം. ഇനി ഒരാൾ സ്വയം കുറ്റം സമ്മതിച്ചു, അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ സാക്ഷികളുടെ ആവശ്യമില്ല. എന്നാൽ അത് ഭീഷണിയില്ലാതെ സ്വയം കുറ്റം സമ്മതിച്ചതായിരിക്കണം. അതേപോലെ തന്നെ അവിഹിത ഗർഭമുണ്ട് എങ്കിൽ, അതായത് വിവാഹം കഴിക്കാത്തൊരു സ്ത്രീ ഗർഭിണിയായി എങ്കിൽ ആ ഒരു കാര്യത്തിലും ആ ഒരു സന്ദർഭത്തിലും സാക്ഷികളുടെ ആവശ്യമില്ല. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരാൾ സ്വയം കുറ്റം സമ്മതിച്ചാൽ അദ്ദേഹം സ്വമേധയാ അതിലുൾപ്പെട്ട മറ്റൊരാളെ പറഞ്ഞാലല്ലാതെ അദ്ദേഹത്തോട് ചോദ്യമില്ല. ആരാണ് ഇതിലുൾപ്പെട്ട മറ്റേയാൾ എന്നുള്ള ചോദ്യം അദ്ദേഹത്തോടില്ല. അതേസമയം അദ്ദേഹത്തിന് സ്വമേധയാ വേണമെങ്കിൽ അത് പറയുകയാണെങ്കിൽ പിന്നീട് അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം ആ വ്യക്തി കുറ്റം സമ്മതിക്കുകയും വേണം, അല്ലെങ്കിൽ സാക്ഷികൾ വേണം. അതല്ലാത്തിടത്തോളം അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കാൻ സാധ്യമല്ല. വ്യഭിചാരത്തിൻ്റെ ശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 100 അടി അടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ചില പണ്ഡിതന്മാർക്ക് ആ ഒരു 100 അടി അടിക്കുന്നതിന് പുറമെ 1 വർഷത്തേക്ക് നാട് കടത്തുക കൂടെ വേണം എന്നുള്ള അഭിപ്രായമുണ്ട്. അത് എറിഞ്ഞു കൊല്ലലാണെങ്കിലും നാട് കടത്തിയതിന് ശേഷമാണ് എറിഞ്ഞു കൊല്ലേണ്ടത് എന്ന് ചില ന്യൂനപക്ഷം പണ്ഡിതന്മാർക്കുണ്ട്. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ എറിഞ്ഞു കൊല്ലലാണ് ശിക്ഷ എങ്കിൽ അവിടെ നാട് കടത്തേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. എന്നാൽ 100 അടി അടിക്കുന്നതിന് പുറമെ നാട് കടത്തുക കൂടെ വേണം, 1 വർഷത്തേക്ക് നാട് കടത്തുക കൂടെ വേണം എന്നുള്ള അഭിപ്രായം പല പണ്ഡിതന്മാർക്കും ഉണ്ട്. സ്വഹാബിമാരുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിനനുസരിച്ച് ചില സന്ദർഭങ്ങളിൽ നാട് കടത്തിയിട്ടുണ്ട്, അതല്ലാത്ത നാട് കടത്താത്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ഏതായാലും അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നാട് കടത്തുന്ന സന്ദർഭത്തിൽ തന്നെ അതൊരു സ്ത്രീയാണെങ്കിൽ നാട് കടത്തേണ്ടതില്ല എന്നുള്ള അഭിപ്രായം ചിലർക്കുണ്ട്.
സ്ത്രീയാണെങ്കിൽ നാട് കടത്തണം, കൂടെ മഹറമായിട്ടുള്ള ഒരാൾ കൂടെ വേണം, അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇനി അടിക്കുന്നത് ചാട്ടവാറ് കൊണ്ടോ വടി കൊണ്ടൊക്കെ ആണെങ്കിൽ അതൊരു ഇടത്തരം ആയിരിക്കണം, വളരെ ചെറുതും വളരെ വലുതും ആവാൻ പാടില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. അതേപോലെ കക്ഷം ഉയർന്നു പൊങ്ങുന്ന രൂപത്തിൽ വളരെ ഓങ്ങി അടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ശക്തമായ രൂപത്തിൽ അടിക്കാൻ പാടില്ല. ഒരേ സ്ഥലത്ത് തന്നെ അടിക്കാൻ പാടില്ല, ശരീരത്തിൻ്റെ ഒരേ ഭാഗത്ത് തന്നെ അടിക്കാൻ പാടില്ല, പല ഭാഗങ്ങളിലായിട്ടാണ് അടിക്കേണ്ടത്. മുഖം, തല, ലൈംഗിക അവയവങ്ങൾ ഈ സ്ഥലങ്ങളിലൊന്നും അടിക്കാൻ പാടില്ല. ഒന്നിച്ച് ആ ശിക്ഷ അനുഭവിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഓരോ ദിവസവും 20 അടി വീതം എന്നുള്ള രൂപത്തിൽ ആ ശിക്ഷ എടുക്കാം, അങ്ങനെയുള്ള അഭിപ്രായവും ചില പണ്ഡിതന്മാർക്കുണ്ട്. ഇനി വളരെ പ്രായം ചെന്ന അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ള ആളുകളുടെയൊക്കെ ശിക്ഷകൾ അല്ലെങ്കിൽ അവരുടെ അത്തരം തെറ്റുകൾ തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ നൽകുന്ന സമയത്ത് അവർക്ക് ആ ശിക്ഷ ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ, അത്രയും ശാരീരികമായ പ്രയാസങ്ങളൊക്കെയുള്ള അവസ്ഥയിലാണെങ്കിൽ ഒരു 100 വടികൾ കൊണ്ട് ഒന്നിച്ചടിക്കുക എന്നുള്ള രൂപത്തിലൊക്കെ വളരെ ചെറിയ രൂപത്തിലെങ്കിലും ആ ഒരു ശിക്ഷ നടപ്പാക്കുക എന്നുള്ള പേരിനെങ്കിലും നടപ്പാക്കുക എന്നത് മതി എന്നൊക്കെയാണ് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതേപോലെ തൊലിപ്പുറത്താണ് ഈ ഒരു അടി നടപ്പാക്കേണ്ടത്, അതല്ലാതെ വളരെ വലിയ രൂപത്തിലടിച്ച് മാംസത്തിന് പരിക്ക് പറ്റുന്ന രൂപത്തിൽ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ് പണ്ഡിതാഭിപ്രായം. അതേപോലെ കെട്ടിയിട്ട് അടിക്കാൻ പാടില്ല, ഓടാൻ ശ്രമിക്കുന്നവരെ അല്ലാതെ. ഇനി 100 അടി അടിക്കുക എന്നുള്ളത് അതിനേക്കാൾ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. 100-നേക്കാൾ കൂടാനും പാടില്ല, 100-നേക്കാൾ കുറയാനും പാടില്ല. എണ്ണം 100 തന്നെ ആയിരിക്കണം. അതായത് ചിലപ്പോൾ ഒരാൾക്ക് ദേഷ്യമുള്ളത് കൊണ്ട് കുറേ അധികം അടി അടിക്കാം എന്നുള്ള രൂപത്തിൽ പോകാൻ പാടില്ല. ചില ആളുകളോട് ദയ തോന്നിയിട്ട് കുറച്ച് കുറക്കാനും പാടില്ല എന്നർത്ഥം. എന്നാൽ ബലാത്സംഗ കുറ്റമാണെങ്കിലോ, ഒരു ബലാത്സംഗം നടന്ന ഒരു കുറ്റമാണ് എങ്കിൽ അവിടെ ഈ 4 സാക്ഷികളുടെ ആവശ്യമില്ല, അവിടെ തെളിഞ്ഞാൽ മതി, കുറ്റം തെളിഞ്ഞാൽ മതി. ഇന്നത്തെ കാലത്തൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് തെളിയിക്കാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ തെളിഞ്ഞാൽ മതി, അവിടെ സാക്ഷികളുടെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു റേപ്പ് കേസ് അല്ലെങ്കിൽ ബലാത്സംഗ കുറ്റമാണ് എങ്കിൽ അതിന് ഈ പറഞ്ഞ നിയമമല്ല എന്നർത്ഥം. പലരും തെറ്റിദ്ധരിച്ച് ഈ വ്യഭിചാരവും ബലാത്സംഗവും ഒരേ ഗണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്, രണ്ടും രണ്ടാണ്. പലരും ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ ബലാത്സംഗത്തിന് ഇസ്ലാമിൽ ശിക്ഷയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ എല്ലാ കാര്യങ്ങളുടെയും ശിക്ഷ പറഞ്ഞിട്ടില്ല, വളരെ കുറച്ച് കാര്യങ്ങളുടെ ശിക്ഷ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ശിക്ഷ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് ശിക്ഷ വിധിക്കാൻ ഇസ്ലാമിക ജഡ്ജിക്ക്, ഒരു ഗവൺമെൻറ്റിന് സാധിക്കും. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പൊതുവായ കാര്യങ്ങൾക്ക്, ആ ഒരു സമൂഹത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾക്കാണ് ഇസ്ലാമിൽ ശിക്ഷയായിക്കൊണ്ട്, ഈ ലോകത്ത് വെച്ചുള്ള ശിക്ഷയായിക്കൊണ്ട് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരാൾ നിസ്കരിച്ചിട്ടില്ല അല്ലെങ്കിൽ നോമ്പെടുത്തിട്ടില്ല, അതിനൊന്നും ശിക്ഷയില്ല ഈ ലോകത്ത് വെച്ച്, അതൊക്കെ പരലോകത്ത് അള്ളാഹുവാണ് ശിക്ഷ നൽകുക. അതേസമയത്ത് ഈ സമൂഹത്തെ, ഇവിടെയുള്ള മറ്റ് ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ, ഈ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് നശിപ്പിക്കുന്ന രൂപത്തിൽ ഒരു സാമൂഹികമായ തിന്മ വളർത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അത്തരം തെറ്റുകൾക്ക് ഇവിടെയുള്ള ഒരു ഇസ്ലാമിക ഗവൺമെൻറ്റിന് ശിക്ഷ നടപ്പിലാക്കാം, അതിന് അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ ഏത് സന്ദർഭങ്ങളിലും ആ ഒരു ശിക്ഷ നടപ്പാക്കേണ്ടത് ഇസ്ലാമിക ഗവൺമെൻറ്റാണ്, അതല്ലാതെ കുടുംബക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ചേർന്ന് ശിക്ഷ വിധിക്കുന്നത് ശരിയല്ല, അത് ഇസ്ലാമികമായി തെറ്റാണ്. പലരും സദാചാര പോലീസ് എന്നുള്ള രൂപത്തിലൊക്കെ നാട്ടിൽ നടന്ന് പല തെറ്റുകുറ്റങ്ങളും കണ്ടെത്തി ശിക്ഷിക്കുന്നത് കാണാൻ സാധിക്കും. അതൊക്കെ ഇസ്ലാമികപരമായിട്ട് വളരെ വലിയ തെറ്റാണ്. ആരും ആ തരത്തിൽ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിടയിൽ ശിക്ഷയ്ക്ക് അർഹമായ കുറ്റങ്ങളൊക്കെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുവീൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് അത് തേടിപ്പിടിച്ച് നടക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. എന്നാൽ എൻ്റെ അടുത്തേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും അത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശിക്ഷ വിധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ആ തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കാതെ നിങ്ങൾ നോക്കിയാൽ മതി എന്നർത്ഥം. അതായത് ഒരു ഭരണാധിപൻ എന്നുള്ള രൂപത്തിൽ എൻ്റെ അടുത്തേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എനിക്കവിടെ ഇസ്ലാമികപരമായ ശിക്ഷ നടപ്പിലാക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുക എന്നുള്ള രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തത്. അതുകൊണ്ട് നമ്മളാരും മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങൾ തേടിപ്പോകാൻ പാടില്ല, അത് തേടിപ്പിടിച്ച് തെളിയിക്കാൻ നടക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്നത്തെ പ്രമുഖരിലെ ഒരു സ്ത്രീ മോഷ്ടിച്ചത് തെളിഞ്ഞു. ആ സമയത്ത് ആ സ്ത്രീയുടെ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പറഞ്ഞയച്ചു, ആ ശിക്ഷയൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ അവളുടെ കയ്യും ഞാൻ വെട്ടും എന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി കൊടുത്തത്. അതുപോലെ സ്വവർഗരതിക്കുള്ള ശിക്ഷ,
അതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ സ്വർഗ്ഗരതിയൊക്കെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. സ്ത്രീയും തമ്മിലുള്ള ലൈംഗികത, അതുപോലെ തന്നെ പുരുഷനും തമ്മിലുള്ള ലൈംഗിക വീഴ്ചകളൊക്കെ. അപ്പോൾ ഇതിന് എന്താണ് ശിക്ഷ എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒരു അഭിപ്രായം വധശിക്ഷ നടപ്പിലാക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തൊരു അഭിപ്രായം വ്യഭിചാരത്തിൻ്റെ അതേ ശിക്ഷ നടപ്പിലാക്കണമെന്നുള്ളതാണ്. ഇനി മൂന്നാമതൊരു അഭിപ്രായം ആ ഗവൺമെൻറ്റിന്, അതായത് ഇസ്ലാമിക ജഡ്ജിക്ക്, അദ്ദേഹത്തിന് തീരുമാനിക്കാം ഏത് ശിക്ഷ കൊടുക്കണമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് തീരുമാനിക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇസ്ലാമിലെ ശിക്ഷാവിധികളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ കൃത്യവും വ്യക്തവുമായ നിലപാടുകളാണുള്ളത്. എന്നാലും പലരും വിമർശിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകൾ പല കാര്യങ്ങളെയും എടുത്തുകൊണ്ട് വിമർശിക്കാറുണ്ട്. ഇവിടെ കാണാതെ പോകുന്ന ചിലതുണ്ട്. ഗോണ്ടനാമോ പോലെയുള്ള ജയിലുകളുടെ ക്രൂരതകൾ, അതിനകത്ത് നടക്കുന്ന ക്രൂരമായ കാര്യങ്ങൾ, ആളുകളെ അത്തരം ജയിലുകളിലിട്ടിട്ട് ഏത് രൂപത്തിലാണ് പീഡിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ശിക്ഷാവിധികളൊന്നുമല്ല ഇസ്ലാമിലുള്ളത്. ഇസ്ലാമിലെ ശിക്ഷാരീതികളൊക്കെ വളരെ വ്യക്തവും കൃത്യവുമാണ്. അത് എല്ലാ ആളുകൾക്കും അറിയിച്ചു കൊടുക്കേണ്ടതുമാണ്. എല്ലാ സൗകര്യങ്ങളും, അങ്ങനെ അല്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയതിന് ശേഷവും ആളുകൾ അത്തരം തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതും വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ആ ശിക്ഷ നടപ്പിലാക്കാനും പാടുള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ ആയത്ത് പഠിക്കാം. അസ്സാനി ലാ യൻകിഹു. അസ്സാനി വ്യഭിചാരി, വ്യഭിചരിക്കുന്ന പുരുഷൻ. ലാ യൻകിഹു, നെക്കഹ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു. യൻകിഹു വിവാഹം ചെയ്യും അല്ലെങ്കിൽ വിവാഹം ചെയ്യുന്നു. ലാ യൻകിഹു അവൻ വിവാഹം ചെയ്യുകയില്ല, അല്ലെങ്കിൽ അവൻ വിവാഹം ചെയ്യാറില്ല, അല്ലെങ്കിൽ അവൻ വിവാഹം ചെയ്യുന്നില്ല. ഇല്ല സാനിയത്തൻ, ഇല്ല അല്ലാതെ. സാനിയത്തൻ വ്യഭിചാരിണി അല്ലെങ്കിൽ വ്യഭിചരിക്കുന്ന സ്ത്രീ. ഇല്ല സാനിയത്തൻ ഒരു വ്യഭിചരിക്കുന്ന സ്ത്രീയെ അല്ലാതെ. ഔ അല്ലെങ്കിൽ മുശ്രിക്കത്തൻ, അഷ്റക്ക പങ്കു ചേർത്തു, മുശ്രിക്ക് പങ്കു ചേർക്കുന്നവൻ, മുശ്രിക്കത്ത് പങ്കു ചേർക്കുന്നവൾ. ഔ മുശ്രിക്കത്തൻ അല്ലെങ്കിൽ പങ്കു ചേർക്കുന്നവളെ അല്ലാതെ. വസ്സാനിയത്തു ഒരു വ്യഭിചരിക്കുന്ന സ്ത്രീ. ലാ യൻകിഹുഹ, യൻകിഹു വിവാഹം ചെയ്യും അല്ലെങ്കിൽ വിവാഹം ചെയ്യുന്നു. ലാ യൻകിഹു വിവാഹം ചെയ്യുന്നില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്യുകയില്ല. ഹാ അവളെ. ലാ യൻകിഹുഹ അവളെ വിവാഹം ചെയ്യുകയില്ല. ഇല്ല സാനിൻ ഇല്ല അല്ലാതെ. സാനിൻ വ്യഭിചരിക്കുന്ന പുരുഷൻ, വ്യഭിചാരി. ഇല്ല സാനിൻ വ്യഭിചരിക്കുന്ന പുരുഷനല്ലാതെ. ഔ മുശ്രിക്കുൻ, ഔ അല്ലെങ്കിൽ മുശ്രിക്കുൻ പങ്കു ചേർക്കുന്നവൻ. നേരത്തെ മുശ്രിക്കത്ത് പറഞ്ഞല്ലോ, അതിൻ്റെ പുല്ലിംഗമാണ് മുശ്രിക്ക്. ഔ മുശ്രിക്കുൻ അല്ലെങ്കിൽ പങ്കു ചേർക്കുന്നവൻ അല്ലാതെ. വഹുരിമ, വാവ് അത്തിഫിൻ്റെ വാവായിട്ടോ ഇസ്തിനാഫിയുടെ വാവായിട്ടോ പറയാം. ഇസ്തിനാഫിയുടെ വാവ് എന്ന് പറയുമ്പോൾ ഒരേ വിഷയം പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ ഒരു പുതിയ കാര്യം തുടങ്ങാം. അത്തിഫിൻ്റെ വാവാകുമ്പോൾ തൊട്ട് മുമ്പത്തെ കാര്യത്തിലേക്ക് ഇതും കൂടെ ചേർത്ത് പറയാം. ഹറമ നിഷിദ്ധമാക്കി, വിലക്കി. ഹുരിമ വിലക്കപ്പെട്ടു, നിഷിദ്ധമാക്കപ്പെട്ടു. വഹുരിമ നിഷിദ്ധമാക്കപ്പെടുകയും ചെയ്തു അല്ലെങ്കിൽ വിലക്കപ്പെടുകയും ചെയ്തു, വിരോധിക്കപ്പെടുകയും ചെയ്തു. ദാലിക്ക അത് അല്ലെങ്കിൽ അക്കാര്യം, ഈ പറഞ്ഞ കാര്യം. അലൽ മുഅ്മിനീൻ അല മേൽ, മുഅ്മിനൂൻ സത്യവിശ്വാസികൾ. അല വരുമ്പോൾ മുഅ്മിനൂൻ എന്നുള്ളത് മുഅ്മിനീൻ എന്നാവും. അലൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ മേൽ. ആമന വിശ്വസിച്ചു, മുഅ്മിൻ വിശ്വാസി സത്യവിശ്വാസി, മുഅ്മിനൂൻ സത്യവിശ്വാസികൾ. അലൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ മേൽ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ അസാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ. ഒരു വ്യഭിചരിക്കുന്ന പുരുഷൻ ഒരു വ്യഭിചരിക്കുന്ന സ്ത്രീയെയോ അല്ലെങ്കിൽ ഒരു ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ വിവാഹം ചെയ്യുകയില്ല, അല്ലെങ്കിൽ അങ്ങനെ വിവാഹം ചെയ്യാറില്ല, അല്ലെങ്കിൽ അങ്ങനെ വിവാഹം ചെയ്യുന്നില്ല. വസാനിയത്തു ലാ യൻകിഹുഹ ഇല്ലാ സാനിൻ ഔ മുശ്രിക്. ഒരു വ്യഭിചരിക്കുന്ന സ്ത്രീയെ ഒരു വ്യഭിചരിക്കുന്ന പുരുഷനോ അല്ലെങ്കിൽ ഒരു ബഹുദൈവ വിശ്വാസിയായ പുരുഷനോ അല്ലാതെ വിവാഹം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ വിവാഹം ചെയ്യാറില്ല. വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ, ഈ പറഞ്ഞ കാര്യം സത്യവിശ്വാസികളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഒരു വ്യഭിചാരിയായ മനുഷ്യൻ മറ്റൊരു വ്യഭിചാരിയായ മനുഷ്യനെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയായ മനുഷ്യനെയോ അല്ലാതെ കല്യാണം കഴിക്കുകയില്ല. അതാണ് അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. പിന്നീട് ഇത് സത്യവിശ്വാസികൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു. ഈ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം നമുക്ക് ഖുർആൻ തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കും. അതായത് മർസദ് ബിനു അബി മർസദ് റളിയല്ലാഹു അൻഹു,
ആ ഒരു സ്വഹാബിയുടെ ജാഹിലിയ കാലത്ത്, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലത്ത് അദ്ദേഹത്തിന് ഇനാഖ് എന്നു പേരുള്ള ഒരു സ്ത്രീയുമായി തെറ്റായ ജീവിത രീതി ഉണ്ടായിരുന്നു. ഇനാഖ് എന്നുള്ളത് വളരെ മോശമായ ഒരു ദുർനടപ്പുകാരിയായിരുന്നു. ആ സ്ത്രീയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു, മദീനയിലേക്ക് ഹിജ്റ പോയി. ശേഷം ഒരു ദൗത്യവുമായി വീണ്ടും മക്കയിലേക്ക് ചെന്നപ്പോൾ ആ മക്കയിൽ വെച്ച് ഈ ഇനാഖ് എന്ന് പറയുന്ന സ്ത്രീ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇദ്ദേഹത്തോട് കല്യാണം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമായൊരു വ്യക്തിയാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ട് മറുപടി പറയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇദ്ദേഹം പോയിട്ട് ഈ കാര്യം പറഞ്ഞു. ആദ്യം 2 പ്രാവശ്യം പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം പൂണ്ടു, കാര്യമായിട്ട് മറുപടി പറഞ്ഞില്ല. 3ാമത്തെ പ്രാവശ്യം വീണ്ടും ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും താല്പര്യമുണ്ട്, കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് ഈ ആയത്ത് അവതരിച്ചു, അല്ലെങ്കിൽ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കേൾപ്പിച്ചു എന്നതാണ് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കുക. ഇനി ഈ ഒരു ആയത്തിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, വ്യഭിചാരിയായ ഒരാൾ സാധാരണ അങ്ങനെയുള്ള ഒരാളെയാണ് വിവാഹം ചെയ്യുക, അതായത് സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് എന്നതാണ് ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം. ഒരു വ്യഭിചാരിയായ മനുഷ്യൻ വ്യഭിചാരിയായ മറ്റൊരു ഇണയെയാണ് തേടുക എന്നർത്ഥം. കാരണം അത്തരം ആളുകൾക്ക് അത്തരം ആളുകളെ യോജിക്കുകയുള്ളൂ, അവരെ കിട്ടുള്ളൂ, അങ്ങനെയുള്ള ആളുകളെ അവർക്ക് കിട്ടുള്ളൂ, അവർ തമ്മിലേ ചേരുള്ളൂ എന്നർത്ഥം. നമ്മൾ സാധാരണ പറയാറില്ലേ, ചേരേണ്ടവർ ചേരേണ്ടവരോട് ചേരും, അതായത് ആ സ്വഭാവക്കാരോടാണ് ചേരുക എന്നർത്ഥം. അങ്ങനെ അവർ തമ്മിലേ ചേരുള്ളൂ, അവർ തമ്മിലേ യോജിക്കുള്ളൂ എന്നർത്ഥം. കുഫു വെക്കുക എന്നൊക്കെ പറയാലോ. അപ്പോൾ ഒരാൾക്കൊരു ദുസ്വഭാവമുണ്ട്, വ്യഭിചാരം എന്നുള്ളത്, അതേ ദുസ്വഭാവമുള്ള ഒരാളെ അയാൾക്ക് കിട്ടുള്ളൂ, നല്ലൊരാളെ അയാൾക്ക് കിട്ടൂല, നല്ലൊരാളതിന് സമ്മതിക്കൂല. അപ്പോൾ ഒരു വ്യഭിചാരി ഒരു സത്യവിശ്വാസിയെ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല. കാരണം വ്യഭിചാരം എന്നുള്ളത് അദ്ദേഹത്തിന് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ ആ ഒരു സത്യവിശ്വാസിയെ വിവാഹം ചെയ്താൽ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കൂല. അതേപോലെ തിരിച്ചും ഒരു വ്യഭിചാരിണിയായിട്ടുള്ളൊരു സ്ത്രീയെ ഒരു വ്യഭിചാരിയായ പുരുഷനല്ലാതെ കല്യാണം കഴിക്കൂല. അതല്ലാതെ ഒരു സത്യവിശ്വാസിയായ പുരുഷൻ ഒരിക്കലും ആ ഒരു ഭാര്യയ്ക്ക് അതിന് സമ്മതം കൊടുക്കൂലല്ലോ. അങ്ങനെ അവർ തമ്മിലേ യോജിക്കുള്ളൂ എന്നുള്ള ഈ ഒരു വ്യാഖ്യാനമാണ് ഒന്ന്. ഇനി രണ്ടാമതൊരു വ്യാഖ്യാനം, ലാ യൻകിഹു എന്നുള്ളതിന് വിവാഹം ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള അർത്ഥം കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. അതായത് ഒരു വ്യഭിചാരിയായ മനുഷ്യൻ ഒരു വ്യഭിചാരിയായ മറ്റൊരാളെ അല്ലാതെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരാളും അതിന് നിന്ന് കൊടുക്കരുത്. ഒരാളും ആ തരത്തിൽ ഒരു വ്യഭിചാരിക്ക് ഭാര്യയാവാനോ ഭർത്താവാനോ നിന്ന് കൊടുക്കരുത് എന്നർത്ഥം. അപ്പോൾ ലാ യൻകിഹു എന്നുള്ളതിന് അരുത്, അങ്ങനെയല്ലാതെ സംഭവിക്കരുത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നല്ലൊരാൾ അതിനു വേണ്ടി നിന്ന് കൊടുക്കരുത് എന്നർത്ഥം. ഇനി മൂന്നാമതൊരു വ്യാഖ്യാനം വന്നിട്ടുള്ളത്, ലാ യൻകിഹു എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുകയില്ല അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യഭിചാരി ഒരു വ്യഭിചാരിണിയോട് മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയുള്ളൂ, അങ്ങനെ ഒരാളെ അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ, അങ്ങനെ ഒരാളെ വഴങ്ങിക്കൊടുക്കുകയുള്ളൂ. ഒരു നല്ല വ്യക്തി ഒരിക്കലും ഒരു വ്യഭിചാരിക്ക് വഴങ്ങിക്കൊടുക്കൂല എന്ന രൂപത്തിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2-3 തരത്തിൽ ഈ ഒരു ആയത്തിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഈ 3 ആശയങ്ങളും ശരി തന്നെയാണ്. ഇനി ഈ ഒരു ആയത്തിൽ വന്ന പദങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അത്ഭുതം കാണാൻ സാധിക്കും. നോക്കൂ, ഇവിടെ പറഞ്ഞു ഒരു വ്യഭിചാരി ഒരു വ്യഭിചാരിണിയെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ കല്യാണം കഴിക്കൂല. അതേപോലെ വ്യഭിചാരിണി ഒരു സ്ത്രീ, ആ സ്ത്രീയെ ഒരു വ്യഭിചാരിയായ മനുഷ്യനോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ കല്യാണം കഴിക്കൂല. അപ്പോൾ ഇവിടെ വ്യഭിചാരിയെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയെയോ എന്ന് പറഞ്ഞു. എന്താണ് ഈ ബഹുദൈവ വിശ്വാസിയുടെ പ്രത്യേകത? ബഹുദൈവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ അങ്ങനെ ചെയ്യുന്നതിലൊരു തെറ്റില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നതൊരു തെറ്റാണ് എന്ന് തോന്നാത്ത വ്യക്തികളാണ് ബഹുദൈവ വിശ്വാസികൾ. പക്ഷേ അള്ളാഹു അവിടെ ഉപയോഗിച്ച പദപ്രയോഗം കാഫിർ എന്നല്ല, അവിശ്വാസി എന്നല്ല, ബഹുദൈവ വിശ്വാസി എന്നാണ്, മുശ്രിക്ക് എന്നാണ്. ആ പദത്തിലൊരു അത്ഭുതമുണ്ട്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കതിൻ്റെ പദത്തിൻ്റെ അർത്ഥം പങ്കു ചേർക്കുന്നവൻ എന്നാണല്ലോ, അല്ലേ? ഷിർക്ക് പങ്കു ചേർക്കൽ, മുശ്രിക്ക് പങ്കു ചേർക്കുന്നവൻ. അപ്പോൾ ഒരു മുശ്രിക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനാണ്. മുശ്രിക്കത്ത് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വ്യക്തിയാണ്. ഇനി സാനിൻ അല്ലെങ്കിൽ സാനിയത്ത് എന്ന് പറയുമ്പോൾ വ്യഭിചാരിണി എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം ഇണയിൽ പങ്കു ചേർക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കലും സ്വന്തം ഇണയിൽ പങ്കു ചേർക്കലും അള്ളാഹു ചേർത്ത് പറഞ്ഞു. അതിൻ്റെ ഗൗരവം നോക്കൂ നിങ്ങൾ.
അത് ചേർത്ത് പറഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ ആളുകളെ ഒരു ഗണത്തിലാണ് ഉൾപ്പെടുത്തിയത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളെയും അതേപോലെ ഈ സ്വന്തം ഇണയിൽ പങ്കു ചേർക്കുന്ന ആളുകളെയും ഒരേ ഗണത്തിൽ ഉൾപ്പെടുത്തി. രണ്ടുപേരും പങ്കു ചേർക്കുന്നവരാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. മാത്രമല്ല മുശ്രിക്കത്ത് എന്ന് പറയുമ്പോൾ പങ്ക് ചേർക്കൽ എന്ന് പറയുമ്പോൾ ചേർക്കുക എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. പങ്ക് ചേർക്കൽ അറിയാതെ പറ്റിപ്പോലല്ല, അതൊരു സാധാരണ അവിശ്വാസിയല്ല, മറിച്ച് അറിഞ്ഞുകൊണ്ട് അള്ളാഹു ആണ് ഏകനായ ശക്തി എന്നറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുക. കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പുറമെ മറ്റുള്ള ശക്തികളോടൊക്കെ ചോദിക്കുക, മറ്റുള്ളവരെയൊക്കെ ആരാധിക്കുക, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും കൂടെ ആരാധിക്കുക. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടായിരുന്നു അവിശ്വാസികളുടെ കൂട്ടത്തിൽ. മക്കാ മുശ്രിക്കുകൾ എന്ന് അവരെ പറയാൻ എന്താ കാരണം? അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, പക്ഷേ അള്ളാഹുവിനെ മാത്രമല്ല, ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള മറ്റ് പലതിനെയും വിശ്വസിച്ചിരുന്നു. അവരോടൊക്കെ പ്രാർത്ഥിച്ചിരുന്നു, അവരോടൊക്കെ സഹായം തേടിയിരുന്നു. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്, അതിന് പുറമെ മറ്റുള്ളവരോടും സഹായം ചോദിക്കുന്നുണ്ട്. അതാണ് പങ്കു ചേർക്കൽ. അപ്പോൾ ആ തരത്തിൽ അള്ളാഹു ആരാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ജീവിക്കുക. അപ്പോൾ അള്ളാഹുവിനെ കൃത്യമായി അറിഞ്ഞിട്ടും അള്ളാഹുവിന് പുറമെ മറ്റ് ശക്തികളെ കൂടി ആരാധിക്കുന്ന ആളുകളാണ് ശരിക്കും ഈ രൂപത്തിൽ പങ്കു ചേർക്കുന്നവർ. അത്തരം ആളുകളോട് ചേർത്തിട്ടാണ് സ്വന്തം ഇണയോട് പങ്കു ചേർക്കുന്നവരെ അള്ളാഹു എണ്ണിയത് എന്നർത്ഥം. ഇനി ഈ ആയത്തിൻ്റെ അവസാനം പറയുന്നു, സത്യവിശ്വാസികൾക്ക് അത് വിലക്കപ്പെട്ടിരിക്കുന്നു, സത്യവിശ്വാസികൾക്ക് അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് സത്യവിശ്വാസികൾ ഒരിക്കലും ഈ രൂപത്തിലുള്ള ഒരു കല്യാണം കഴിക്കൂല. മാത്രമല്ല ഇത് വിവാഹത്തിലെ ഒരു കുഫുവായിട്ട് തന്നെ മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട കാര്യമാണ്. കല്യാണം കഴിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കും, തറവാടും അതേപോലെ സൗന്ദര്യവും മറ്റുള്ള വിദ്യാഭ്യാസവും ഒക്കെ നോക്കും. എന്നാൽ ഇത്തരം ജീവിത രീതികളിൽ ഇസ്ലാമികമല്ലാത്ത തരത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാലും പിന്നീട് ശരിയാവും, അതൊന്നും സാരമില്ല എന്നുള്ള രൂപത്തിൽ അങ്ങ് മാറ്റിവെക്കലാണ്. അതേസമയം രണ്ടു പേർ തമ്മിലുള്ള ചേർച്ച എന്ന് ഇസ്ലാമിൽ പറയുന്ന സമയത്ത് മുൻഗണന കൊടുക്കേണ്ടത് ദീനീപരമായ പൊരുത്തത്തിനാണ്. ആ ഒരു കുഫുവാണ് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്. ദീനീ ചിട്ടകളോടുകൂടി ജീവിതം നയിക്കുന്ന ഒരാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അതേപോലെ ദീനീ ചിട്ടകളോടുകൂടി ജീവിക്കുന്ന ഒരാളെയാണ് അന്വേഷിക്കേണ്ടത്. അതല്ലാതെ ആ വ്യക്തിക്കുള്ള ദുസ്വഭാവങ്ങളൊക്കെ പിന്നീട് മാറിക്കൊള്ളും എന്നുള്ള രൂപത്തിലല്ല കാണേണ്ടത്. അതേസമയം സമ്പത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം അതൊക്കെ പിന്നീട് വന്നാലും വരാലോ അല്ലെങ്കിൽ ഉള്ളത് നഷ്ടപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ടല്ലോ എന്നുള്ള രൂപത്തിൽ അവിടെയാണ് നമ്മൾ നീക്കുപോക്കുകൾ ആവേണ്ടത്. അതേസമയം ദീനീപരമായ യോജിപ്പിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വെറും ഒരു പ്രസ്താവന മാത്രമല്ല, അതൊരു കൽപ്പന കൂടിയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ സത്യവിശ്വാസികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ആദ്യ ഭാഗത്ത് പോലും ആ പ്രസ്താവനയുടെ ഉള്ളിൽ ഒരു കൽപ്പന ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണ്? വ്യഭിചാരിയായ ഒരാൾ വ്യഭിചാരിയായ മറ്റൊരാളെ മാത്രമാണ് കല്യാണം കഴിക്കാറുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ഗണത്തിൽ പെട്ടുപോകരുത്. നിങ്ങൾ സത്യവിശ്വാസികളാണല്ലോ, നിങ്ങൾ സത്യവിശ്വാസികളെ തന്നെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് അതിൻ്റെ ഉള്ളിൽ പറയാതെ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നോക്കൂ, നിങ്ങൾ സാനിയത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണി എന്നാണ്. പലപ്പോഴും മുസ്ലിം കുടുംബത്തിലെ കുട്ടികൾക്ക് പേരിടുന്ന സമയത്ത് ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ പേരിനോട് യോജിപ്പ് കിട്ടാൻ വേണ്ടി അർത്ഥമൊന്നും നോക്കാതെ പേരിടുന്ന ആളുകളുണ്ട്. ഇത്തരം പേരുകളൊക്കെ സാനിയ എന്നുള്ള പേരുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ വലിയ ഒരു തെറ്റാണ്, അല്ലെങ്കിൽ വളരെ മോശമായൊരു അർത്ഥമാണ് അതിന് കിട്ടുക. വ്യഭിചാരിണി എന്നുള്ളതാണ്. നമുക്ക് മലയാളികളായതുകൊണ്ട് ഒരു പക്ഷേ അതിൻ്റെ ഗൗരവം മനസ്സിലാവണമെന്നില്ല. അറബ് നാട്ടിലൊക്കെ പോയതിനു ശേഷം നമ്മൾ ഒരു കുട്ടിയെ സാനിയ എന്ന് വിളിക്കുമ്പോൾ അത് അറബികളായ ആളുകൾ കേൾക്കുമ്പോൾ എന്തായിരിക്കും അവർക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് മറ്റൊരു രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തു നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ഒരു കുട്ടിയെ അർത്ഥമറിയാതെ ഒരു പേരിട്ടു, വ്യഭിചാരിണി എന്ന് പേരിട്ടു. എന്നിട്ട് വ്യഭിചാരിണി എന്ന് നമ്മുടെ മുമ്പിൽ നമ്മൾ കേൾക്കെ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഒരു പ്രയാസം ഉണ്ടാവും അതിൻ്റെ അർത്ഥം അറിയുന്നതുകൊണ്ട്. അവരർത്ഥം അറിയാതെയാണ് വിളിക്കുന്നത്. ഇതേപോലെ നമ്മുടെ മക്കൾക്ക് പേരിടുന്ന സമയത്ത് ഇത്തരം പേരുകളൊക്കെ ഒഴിവാക്കാൻ സാനിയ, അതേപോലെ ഫാഹിഷ, ഇങ്ങനെയുള്ള ഫാഹിഷത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായ അർത്ഥമാണ്. അതേപോലെ സാനിയത്ത് എന്ന് പറഞ്ഞാൽ തെറ്റായ അർത്ഥമാണ്. അങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നുമുള്ള പേരുകൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം മക്കൾക്ക് പേരിടുന്ന സമയത്ത്. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വ്യഭിചാരിയായ ഒരാളെ കല്യാണം കഴിക്കാൻ പാടുണ്ടോ? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം നല്ല വ്യക്തിയാണ്. പശ്ചാത്തപിച്ച് മടങ്ങിയ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല. ഇതാണ് ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാർക്ക് അതൊരു നല്ല കാര്യമല്ല, പക്ഷേ കല്യാണം കഴിക്കാം എന്ന അഭിപ്രായം ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാർക്കുണ്ട്.
ഇനി ഈ ഒരു കാലഘട്ടം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വ്യഭിചാരം എന്നത് ഒരു വലിയ കാര്യമായിട്ട് ആരും പരിഗണിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, പോൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈംഗികമായ കാര്യങ്ങൾ തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള ഫിലിംസൊക്കെ, അത്തരം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുന്നു, ഏറ്റവും വലിയ ബിസിനസ് നടത്തുന്നു. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സായിട്ട്, ഒരു വ്യവസായമായിട്ട് പോൺ ഇൻഡസ്ട്രി മാറിയിരിക്കുന്നു. അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്ത് അത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു വൻ വ്യവസായം, ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന വ്യവസായങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇതെത്തിയിരിക്കുന്നു. കാരണം ഇന്ന് അതൊന്നും വലിയൊരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് ആളുകൾ അതിനേക്ക് എടുക്കാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, മുമ്പൊക്കെ കള്ള് കുടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവർ മാറ്റി നിർത്തപ്പെടും. പല കാര്യങ്ങളിലും അവർ രംഗത്തുണ്ടാവില്ല, അവരങ്ങനെ മാറി ജീവിക്കുകയായിരിക്കും, ഒതുങ്ങി ജീവിക്കുകയായിരിക്കും. എന്നാൽ ഇന്നങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളിലും മുൻ സീറ്റുകളിൽ അവരുമുണ്ട്. കാരണം പരസ്യമായി ഇത്തരം തെറ്റുകൾ ചെയ്തിട്ടും ആരും അവരെ ആ രൂപത്തിൽ മാറ്റി നിർത്തുന്നേയില്ല. അതേപോലെ തന്നെയാണ് ഈ വ്യഭിചാരമൊക്കെ. അതൊക്കെ ഒരു പരസ്യമായ രഹസ്യം എന്നുള്ള രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും കലാലയങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അത് 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു തോന്നലാണ്. അവർക്ക് തുറന്നു പറയാനും യാതൊരു മടിയുമില്ല. ഞങ്ങളിങ്ങനെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിലൊക്കെ എന്താണ് ഇത്ര വലിയ തെറ്റ് എന്ന രൂപത്തിലുള്ള ചിന്തയിലേക്കാണ് മക്കളുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ യാതൊരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ തുറന്നു പറയുന്ന അവസ്ഥയാണുള്ളത്. ഇനി ഇത്തരം തെറ്റുകൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ആരോപണങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത്. അതായത് നിരപരാധികളായ ആളുകളുടെ നേരെ യാതൊരു തെളിവുമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകളിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അസാനി ലാ യൻകിഹു, കാഫിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ എൻ എന്ന് പറയില്ല, യൻകിഹു. ഇല്ല സാനിയത്തൻ, അവിടെ തൻവീന്, അതിനുശേഷം ഹംസയാണ്. തൻവീന് ശേഷം ഹംസ വന്നാൽ ഇൽഹാറാണ് നിയമം, വെളിവാക്കണം. എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. സാനിയത്തൻ, അവിടെ തൻവീനിൻ്റെ ആ 2 വരകൾ ഒന്നൊന്നിൻ്റെ താഴെയായിരിക്കും, അത് കാണുമ്പോഴേ മനസ്സിലാക്കാം ഇൽഹാറാണ്. അപ്പോൾ സാനിയത്തൻ. ഔ മുശ്രിക്കത്താവ, അവിടെ മുശ്രിക്കത്തൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള തൻവീന് അവിടെ ആ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. കാരണം തൻവീന് ശേഷം വാവ് വന്നാൽ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം, അതിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലുള്ള തൻവീന് 2 വരകൾ വേറെ വേറെ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ അവിടെ പാരായണം ചെയ്യേണ്ടത് ഔ മുശ്രിക്കത്താവ, മുശ്രിക്കത്താവ വസ്സാനിയതു ലാ യൻകിഹുഹ. അവിടെ വീണ്ടും ഇഖ്ഫാ, അവിടെ സുക്കൂണിലെ നൂന് ശേഷം കാഫ് വന്നു, ഇഖ്ഫാ, യൻകിഹു. യൻകിഹുഹ ഇല്ല, അവിടെ ഹാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു. മദ്ദിന് ശേഷം, അതായത് നീട്ടലിന് ശേഷം ഹംസ വന്നാൽ അത് ഒരേ പദത്തിലല്ല എങ്കിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. ഒരേ പദത്തിലാണെങ്കിൽ നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. അപ്പോൾ ഇവിടെ നിർബന്ധമില്ല, കാരണം യൻകിഹുഹ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ് മദ്, ഇല്ല എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ, രണ്ടും അടുത്തടുത്താണ്. ഇല്ല സാനിൻ ഔ, സാനിൻ ഔ, അവിടെ തൻവീന് വന്നു, ശേഷം ഹംസയാണ്, ഇൽഹാറാണ് നിയമം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഇൽഹാറാണ് അവിടെ നിയമം. അപ്പോൾ സാനിൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഔ മുശ്രിഖ്, അവിടെ മുശ്രിഖ് എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. പാരായണം നിർത്തുകയാണെങ്കിൽ മുശ്രിഖ്, മുശ്രിഖ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. മുശ്രിഖ് എന്ന് പറയില്ല, അത് കൽക്കലയായി പോവും. കൽക്കലയില്ലാതെ, അതായത് ഒന്ന് തൊട്ട് വെച്ച് പറഞ്ഞാൽ മതി, അല്ലാതെ ഖ് എന്നുള്ള രൂപത്തിൽ എടുത്ത് പറയരുത്. ഔ മുശ്രിഖ്, മുശ്രിഖ് എന്ന രൂപത്തിൽ അവിടെ നിർത്തുക. ഇനി അവിടെ പാരായണം നിർത്താതെ പോവുകയാണെങ്കിൽ തൊട്ട് ശേഷം വരുന്ന അക്ഷരം വാവാണ്. അപ്പോൾ ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ എങ്ങനെയാണ് ഓതുക? ഔ മുശ്രിക്കും വ, ഔ മുശ്രിക്കും വ വഹുരിമ, അവിടെ റാഇന് കസ്റായതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കും. ദാലിക അലൽ മുഅ്മിനീൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള ആ ഒരു നീട്ടൽ മദ് ആരിതാണ്, 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രികതൻ വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ. ഇനി ഗ്രാമർ നോക്കുകയാണെങ്കിൽ അസ്സാനി ലാ യൻകിഹു, ഒരു വ്യഭിചാരി വിവാഹം ചെയ്യുകയില്ല. ആരെ? ഇല്ലാ സാനിയത്തൻ. അപ്പോൾ ആ സാനിയത്ത് അല്ലെങ്കിൽ ഇല്ലാ സാനിയത്തിനുള്ള ആ ഭാഗമാണ്
മഫ്ഊലും ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. അതുകൊണ്ടാണ് സാനിയത്തൻ എന്ന് തൻവീനിട്ട് എഴുതിയത്. ഇനി ആ മഫ്ഊലും ബിഹിയിലേക്ക് ചേർത്തുകൊണ്ട് മറ്റൊന്നും കൂടെ ഉണ്ട്, ഔ മുശ്രിക്, അതും അതിലേക്ക് ചേർത്താണ്. അതുകൊണ്ട് അത് മഅ്തൂഫാണ്. ഇനി വസ്സാനിയത്തു, ഒരു വ്യഭിചാരിയായ സ്ത്രീ, ലാ യൻകിഹു ഹാ, അവളെ വിവാഹം ചെയ്യുകയില്ല. അപ്പോൾ വിവാഹം ചെയ്യുക എന്നുള്ള ഫേലും വന്നു, അവളെ എന്നുള്ള മഫ്ഊലും ബിഹിയും വന്നു. ആര് കല്യാണം കഴിക്കുകയില്ല? ഇല്ലാ സാനിൻ. അപ്പോൾ അത് ഫായിലാണ്, അത് പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഫായിലിൻ്റെ ഇറാബ് നമുക്കറിയാം റഫ് ആണ്. സാധാരണഗതിയിൽ ലമ്മ് കൊണ്ടോ ലമ്മ് തൻവീൻ കൊണ്ടൊക്കെയാണ് സൂചിപ്പിക്കുക. പക്ഷേ ഇവിടെ ഈ സാനിൻ എന്നുള്ള പദത്തിന് അങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് റഫ് കിട്ടിയ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇനി ഈ ഫായിലിലേക്ക് ചേർത്തുകൊണ്ട് തന്നെയാണ് മുശ്രിക് എന്നുള്ള മറ്റൊരു ഫായിലും കൂടെ വന്നത്. അപ്പോൾ അത് മഅ്തൂഫാണ്. ആ മുശ്രിക് എന്നുള്ള ഫായിലിന് മുശ്രിക്കുൻ, അവിടെ ആ ഒരു ഇറാബ് റഫിൻ്റെ അടയാളമായിക്കൊണ്ട് ലമ്മ് തൻവീൻ ഇട്ട് കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. വഹുരിമ ദാലിക, ഹുരിമ എന്നുള്ളത് മജ്ഹൂൽ രൂപമാണ്. ദാലിക അലൽ മുഅ്മിനീൻ, മുഅ്മിനൂൻ എന്നുള്ളതിൻ്റെ മുമ്പിൽ അല വരുമ്പോൾ മുഅ്മിനീൻ എന്നായിട്ട് മാറും. അപ്പോൾ ഇവിടെ അൽ മുഅ്മിനൂൻ എന്നുള്ളതിൻ്റെ മുമ്പിൽ അല വന്നു, അപ്പോൾ അലൽ മുഅ്മിനീൻ എന്നായി മാറി. കാരണം അല എന്നുള്ളത് ഹർഫ് ജറാണ്. അലക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം, സാധാരണഗതിയിൽ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ. എന്നാൽ വാവും നൂനും വരുന്ന ബഹുവചന രൂപത്തിലുള്ള ഇസ്മുകൾ, അതിനെ ജംഅ് മുദക്കർ സാലിം എന്ന് പറയും. അത്തരം ഇസ്മുകളുടെ മുമ്പിൽ ഹർഫ് ജറ് വന്നാൽ, അല, ഇല പോലെയുള്ള ഹർഫ് ജറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ജറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വാവിനെ മാറ്റി യാ ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ മുഅ്മിനൂൻ എന്നുള്ളതിൻ്റെ മുമ്പിൽ അല വരുമ്പോൾ മുഅ്മിനീൻ എന്നായിട്ട് മാറുകയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.